സിനിമയിലെ ഒട്ടേറെ നടീനടന്മാർ വിവാഹിതരായിട്ടുണ്ട്, സിനിമാ നടിമാർ. പക്ഷെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ കല്യാണം കഴിക്കുന്ന നടൻ സിനിമയിൽ തുടർന്നും അഭിനയിക്കും. പക്ഷെ നടി വളരെ ചുരുക്കം ആളുകൾ ഒഴിച്ച് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കല്യാണം കഴിക്കുന്ന രണ്ട് സിനിമാ നടനും നടിയും തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നടൻ അഭിനയം തുടരുകയും നടി പിന്നീട് അഭിനയിക്കാതിരിക്കുകയും ചെയ്തത്? എന്തുകൊണ്ടാണ് അവരെയും കൂടെ അഭിനയിക്കാൻ വിട്ടുകൂടെ? നടക്കുന്ന കച്ചറ പരിപാടി അവർക്കറിയാമല്ലോ, അതുകൊണ്ടാണോ? പിന്നെ അവർക്കറിയാമല്ലോ, ഇത് അവർ ഇതിനകത്ത് കിടക്കുന്നവരല്ലേ, ഇതിനകത്തുള്ളവരല്ലേ. ഇതിനകത്തുള്ളവരായതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് കിടക്കുന്ന പരിപാടികളെ കുറിച്ച് നന്നായിട്ട് അറിയാം, അതുകൊണ്ടായിരിക്കും വിടാത്തത്. ഒരു പ്രശസ്തനായ നടൻ പണ്ട് ഇന്റർവ്യൂ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ എന്താ കല്യാണത്തിന് ശേഷം ഭാര്യയ്ക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല. അല്ല, അങ്ങനല്ല പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യയെ മറ്റൊരാൾ കെട്ടിപ്പിടിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ല. കാണാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ? അദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കാം, നേരെ തിരിച്ചാണ്. ഈ സമത്വം എന്ന് പറയുന്ന സാധനമേ തീരെ ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ സിനിമ. സമത്വം എന്ന് പറയുന്നത് സിനിമയിൽ തീരെയില്ല. തുല്യനീതി എന്ന് പറയുന്ന സാധനം ഇല്ല, ഒട്ടുമില്ലാത്തൊരു സ്ഥലമാണ്. അവരെ ഈ സ്ത്രീകളെ ഒരു രണ്ടാം കിടക്കാരായിട്ടാണ് അവിടെ കാണാറുള്ളത്. ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് അവിടെ സിനിമയിൽ ഉപയോഗിക്കുന്നത്. സിനിമാക്കാർക്ക് അവിടെ പറയുന്നത് പോലെ ഏത് നടിയോ വന്നാലും, പുതുമുഖ നടി ആര് വന്നാലും അവരെ ഉപയോഗിക്കണം എന്ന ചിന്തയുള്ള ഒരു വിഭാഗം അവിടെയുണ്ട്. അവരെ ഒന്നുകിൽ ശാരീരികമായി ഉപയോഗിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അത് രംഗങ്ങളിലൂടെ ഉപയോഗിക്കാൻ ശ്രമിക്കും. ഒരു നടി പറഞ്ഞു കേട്ടില്ല, 17 ടേക്ക് എടുത്തു. ഇപ്പൊ ഖുശ്ബുവിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്, നിങ്ങൾ മടിച്ചു നിൽക്കരുത്, പ്രതികരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുശ്ബുവിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നതാണ്, ഒരു കാരണവശാലും നിങ്ങൾ മടിച്ചു നിൽക്കാൻ പാടില്ല, എത്രയും വേഗം നിങ്ങളിതിൽ പ്രതികരിക്കണം എന്നാണ്, ഈ ചൂഷണത്തെക്കുറിച്ച് പ്രതികരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖുശ്ബുവിന് അത് പറയാൻ സാധിക്കും, കാരണം ഖുശ്ബു കരിയറിൽ ഒരു ലെവൽ എത്തിയ ആളാണ്, അവർക്കത് പറയാൻ സാധിക്കും. പക്ഷേ മറ്റ് നടിമാർക്ക് ഇവിടെ പിന്നെ മലയാള സിനിമയെക്കുറിച്ച് ഖുശ്ബു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഷഹനാസ് പറഞ്ഞിട്ടുണ്ട്. ഷഹനാസ് പറഞ്ഞ ഒരു പ്രതികരണം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഷഹനാസ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, രഞ്ജിത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. രഞ്ജിത്തിനെ കുറിച്ച് നേരത്തെ ആരോപണം ഇഷ്ടം പോലെ മദ്യപിച്ച് അടുത്ത് വന്നിരുന്നു, നാറിയിട്ട് ഇരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അദ്ദേഹം മദ്യപിച്ചിട്ടാണ് ഏതൊരു പരിപാടിക്ക് പങ്കെടുത്തത്. വേദിയിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും മറന്നുപോയ രീതിയിൽ മുമ്പ് പറഞ്ഞാണ്. ഈ സാഹിത്യ അക്കാദമി ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടിരുന്ന സമയത്ത് ഇദ്ദേഹം പ്രസംഗിക്കാൻ കയറിയപ്പോൾ എല്ലാവരും കൂവി. നല്ലതാണ്. ഇദ്ദേഹത്തിന് പൊതുവെ ഒരു മാടമ്പിത്തരമുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ. ഇപ്പൊ ഷഹനാസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഷഹനാസ് പറഞ്ഞിരിക്കുന്നു, സാംസ്കാരിക മേഖലയിൽ കൂടി നിങ്ങളൊരു ഹേമ കമ്മിറ്റി കൊണ്ട് റിപ്പോർട്ട് കൊണ്ടുവന്നാൽ ഇതിനേക്കാൾ നാറിയ കഥകൾ പുറത്തു വരുമെന്ന്. ഇതിനേക്കാൾ നാറിയ കഥകൾ സാംസ്കാരിക മേഖലയിൽ, നമ്മുടെ സാംസ്കാരിക മേഖല അത്രത്തോളം അധപ്പതിച്ചതാണ്. നമ്മുടെ സാംസ്കാരിക നായകർ എന്ന് പറയുന്നവർ വെറും വൃത്തിയിട്ട ഒരാളാണ് ഷഹനാസ് പറഞ്ഞിരിക്കുന്നത്. ഷഹനാസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതാണ്. അത് അവർ പറഞ്ഞിട്ട് അവർ എഴുത്തുകാരിയും പ്രസാദകയൊക്കെയാണല്ലോ. അതെ ആണെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നടിമാരെ വിവാഹം ചെയ്തിട്ട് ഈ സിനിമയിലേക്ക് തന്നെ വിട്ടു കഴിഞ്ഞാൽ ഇതിനേക്കാൾ മോശപ്പെട്ട അനുഭവം അവർക്കുണ്ടാകും, മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള ധാരണയിലായിരിക്കും അവർ വിടാത്തത്. അല്ലെങ്കിൽ അവർ വിടില്ലേ? അത് നടന്മാർ വിവാഹം കഴിച്ച നന്നായി അഭിനയിക്കുന്ന നടിമാർ ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഈ അഭിനയ മേഖല വിട്ട് കുടുംബത്തിലേക്ക് ഒതുങ്ങി ചേർന്നിട്ടുണ്ട്. അഭിനയിക്കാൻ ചില നടിമാര് അത് അഭിനയം നിർത്തുകയാണ്, കാരണം കുടുംബം എന്ന് പറയുന്ന അവരുടെ ഒരു ജീവിതം ആസ്വദിക്കുന്നതിനായിട്ടും അവര് പിന്നെ സ്വമനസാലെ അഭിനയം നിർത്തുന്ന ആളുകളുണ്ട്. ചിലർ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഭർത്താവ് വിടാത്ത നടിമാരും ഭൂരിഭാഗവും അങ്ങനെയാണ്. ഭൂരിഭാഗവും അവരെ ഈ അഭിനയിക്കാൻ വിടില്ല. ഒരുപാട് നടിമാരുണ്ടല്ലോ അങ്ങനെയുള്ള അഭിനയിക്കാൻ വിടാത്തത്. ഇപ്പൊ പിന്നെ സംയുക്ത വർമ്മയല്ല, ബിജുമേനോൻ വിവാഹം കഴിച്ചിരിക്കുന്ന സംയുക്ത വർമ്മ അല്ലേ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ബിജുമേനോൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സംയുക്തയോട് പറഞ്ഞു, അഭിനയിക്കാൻ പറഞ്ഞു, സംയുക്തയ്ക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിലീപ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാവ്യയോട് പറഞ്ഞിട്ടുണ്ട് അഭിനയിക്ക് എന്ന് പറഞ്ഞപ്പോൾ കാവ്യയാണ് പറഞ്ഞത്, കുടുംബത്തിൽ ഒതുങ്ങാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത്. പിന്നെ നസ്രിയയുടെ കാര്യത്തിൽ പിന്നെ ഭഗത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല, അതും ചിലപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള നസ്രിയയുടെ പുതിയ പടം വരുന്നുണ്ടെന്ന് നസ്രിയയുടെ ഇപ്പോൾ ഏതോ ഒരു പുതിയ സിനിമ ഭയങ്കര ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് അവർ വിവാഹം കഴിച്ചു പോയത്. വലിയ ഹൈപ്പിൽ നിൽക്കുകയാണ്. സംയുക്തയും അതുപോലെ വലിയ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത്, ഹൈപ്പുള്ള സമയത്താണ് വിവാഹം കഴിച്ചവർ കുടുംബത്തിൽ. മഞ്ജു വാര്യർ പീക്ക് ടൈമിൽ കന്മദം ഇറങ്ങി
റിലീസ് ആവുന്നതിന് മുമ്പേ അവർ വിവാഹം കഴിച്ചു കളഞ്ഞു. കന്മദം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ്, ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ് കന്മദം എന്ന് പറയുന്ന സിനിമ. അതിൽ ആ സിനിമയുടെ കഥകൾ, ആ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഭയങ്കര എന്താ പറയുക, ചൂട് കാരണം പലപ്പോഴും അതിൻ്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ചതാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് പലപ്പോഴും നിർത്തിവെച്ച് ഒരുപാട് അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു സിനിമയാണ് ഈ കന്മദം എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ അതാത് ദിവസം ഷൂട്ട് ചെയ്യേണ്ടത് അന്നാണ് അദ്ദേഹം എഴുതിയത്. അന്നിരുന്ന് എഴുതുക കഥകൾ, കഥ അന്നിരുന്ന് എഴുതുക, സ്ക്രിപ്റ്റ് സീൻ അന്ന് തന്നെ എഴുതുക, പിന്നെ അന്ന് ഷൂട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് അപ്പുറവും ഇപ്പുറവും, അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മഞ്ജു വാര്യരുടെ വീട്ടിലേക്ക് നോക്കുന്ന ഒരേ പൊസിഷൻ വരണം, അങ്ങനെ ഒരേ വീട് വരണം. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ വീട് കാണണം, ഇതിന്റെ നടുക്ക് റോഡും വേണം. അങ്ങനെ ഒരു കുന്നിലായിരിക്കണം ഇത്, അങ്ങനെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അത്ര വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ മാത്രമല്ല അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിദ്ദിഖിന്റെ ഭാര്യ മരിച്ച സമയമാണ്. അപ്പോൾ സിദ്ദിഖ് പിന്നെ ഭാര്യ മരിച്ചത് കൊണ്ട് സിദ്ദിഖ് സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ മോഹൻലാൽ സിദ്ദിഖിനോട് നേരിട്ട് ആവശ്യപ്പെട്ടു ഈ റോള് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് വന്ന് അഭിനയിച്ച സിനിമയാണ്. കുറെ ചെറിയ റോളാണ് എങ്കിലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് അദ്ദേഹം വന്ന് ചെയ്യുകയായിരുന്നു. സിദ്ദിഖ് കുറെ കാലം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയും പിന്നീട് അദ്ദേഹം ഫീൽഡ് ഔട്ടായി എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവുണ്ട്. അതായത് സുരേഷ് ഗോപിയുടെ ഒരു പടമുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം ഒരു വില്ലന്റെ മാനസമുള്ള സാധനം ഉസ്താദ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ഒരു ചെറിയ സീനി മാത്രമേ ഉള്ളൂ. ഇന്നസെന്റിനെ പരിചയപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ചെയ്യുന്നുണ്ട്. മോഹൻലാലിനെ പരിചയപ്പെടുന്ന വലിയ ആളാണ്. പക്ഷെ അതിനകത്ത് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഇനി വരാൻ പോകുന്നത്, അതുവരെ നമ്മൾ കാണുന്ന സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ ഈ കോമഡി റോളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഗൗരവമുള്ള ചില കഥാപാത്രങ്ങൾ ചെയ്തു പോകുന്ന ഒരാളാണ് അദ്ദേഹം ഈ ഇനി വരാൻ പോകുന്നത് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് വില്ലന്റെ ചില മാനരസങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് തെളിയിക്കുന്ന ആ സിനിമ ഇനി ഉസ്താദ് ഒന്നുകൂടെ കണ്ടുപോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം സുരേഷ് ഗോപിയുടെ ഒരു സത്യമേവ ജയതേ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഗംഭീരമായിട്ടൊരു വില്ലൻ കഥാപാത്രമുണ്ട്. ആ സിനിമയിലൂടെയാണ് സിദ്ദിഖ് തിരിച്ചു വരുന്നത്. ഗംഭീര വില്ലൻ എന്ന് വെച്ചാൽ അതിനകത്ത് ഗംഭീര വില്ലനാണ് സിദ്ദിഖ്. പടം കണ്ടോ? സുരേഷ് ഗോപിയുടെ ഹിറ്റായ ഒരു പടമാണ്. സുരേഷ് ഗോപി, ബാലേന്ദ്ര മേനോൻ അവരൊക്കെ അഭിനയിച്ച ഒരു പടമാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതെ. അപ്പോൾ ഈ നടിമാർക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ ഇതൊരു അഴുക്കുചാലാണ് എന്നുള്ള കാര്യം ഇവർക്ക് നല്ല വ്യക്തമായി അറിയാം. അപ്പോൾ ഇവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. ഇപ്പൊ തന്നെ എത്ര നടിമാരുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അറിയാമോ? വ്യാപകമായി വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പൊ ഇതിൽ നിൽക്കുന്ന ആർക്കും ഇത് പറയാൻ പറ്റുന്നില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാകും. ഇത് വലിയ വിപ്ലവം പറഞ്ഞുകൊണ്ട് വന്ന ഒരു നടി കാണിച്ച പരിപാടി ഉണ്ടല്ലേ, അവർ മൊഴി കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന്. മഞ്ജു വാര്യർ എന്താ പറയായിരിക്കുന്നത്? മഞ്ജു വാര്യർ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഈ സ്ത്രീയുടെ സിനിമകൾ കാണണമെന്ന് നമ്മളൊക്കെ തീരുമാനിക്കണം. ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്ന് സകലരും, ആ ഇൻഡസ്ട്രിയിൽ വളരാൻ പറ്റാത്തവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതിലെന്താണ് നടക്കുന്നതെന്ന്. ഇൻഡസ്ട്രിക്ക് അകത്ത് ഇപ്പോഴും സിനിമകൾ ആവശ്യം പോലെ സിനിമകൾ കിട്ടുന്നവർ ഇത് പറയാൻ തയ്യാറല്ല. അവർ മാത്രം ഇത് പറയാൻ തയ്യാറല്ല. ബാക്കിയുള്ളവരൊക്കെ ഈ പറയുന്ന ഔട്ടായവരും ബാക്കി അങ്ങനെയുള്ളവരെ പറയാൻ പറ്റൂ. ബാക്കിയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂട്ടം ചേർന്ന് ആക്രമിച്ചു കളയും. ഇത് ഒരു വെട്ടുകളി കൂട്ടമാണല്ലോ. ഈ വെട്ടുകളി കൂട്ടമെല്ലാം കൂടെ ചെന്ന് ഇവരെ എടുത്ത് കൈകാര്യം ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഈ നടിമാര് വിവാഹം കഴിച്ച് പലരും, ഒന്നാമത്തെ കാര്യം നടന്മാരെ വിവാഹം കഴിക്കുന്നവർ അഭിനയിക്കാൻ പിന്നെ ശ്രമിക്കാൻ നടന്മാർ വിടില്ല. അവര് നീ പോകണ്ട, നീ വീട്ടിൽ ഇരിക്കാൻ പറയാം. അതേസമയം മറ്റേ അദ്ദേഹത്തിന് അവിടെ പോയി കെട്ടിപ്പിടിക്കാം, ഉമ്മ വെക്കാം, ലിപ് ലോക്ക് ചെയ്യാം, ഒക്കെ ചെയ്യാം, അറുമാതിച്ച് ആർഭാടമായി ജീവിക്കാം. പക്ഷേ ഇവർക്ക് ഇത് പറ്റില്ല. പിന്നെ ഇവരുടെ ഫാമിലി ലൈഫിൽ പലരുടെയും വലിയ പ്രശ്നമുണ്ട്. ഫാമിലി ലൈഫിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ കാണുന്ന വെള്ളിത്തിരയിൽ കാണുന്നവരുടെയൊക്കെ കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രം പറക്കി എറിയുന്ന പരിപാടികളാണ് നടക്കാറുള്ളത്. പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്. പലരുടെയും ഈ ഒരു നടി, പിന്നെ ഇപ്പം നമുക്ക് പേര് പറയാൻ പറ്റാത്തൊരു ഇതായിരുന്നു, ഒരു നടിയുടെ കോൾ റെക്കോർഡിങ് പുറത്തു വന്നായിരുന്നു. ഒരു നടിയുടെ വിവാഹശേഷം ആ നടിയുടെ എന്തുകൊണ്ട് ആ നടിയുടെ കല്യാണം കഴിച്ച വീട്ടിൽ പ്രശ്നമുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു കോൾ റെക്കോർഡിങ് പുറത്തു വന്നിട്ടുണ്ട്. ആ കോൾ റെക്കോർഡിങ്ങിൽ പറയുന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതായത് ഈ നടി ആദ്യ വിവാഹം, അതുപോലെ പിന്നീട് രണ്ടാമത് വേറെ വിവാഹം കഴിച്ചു. ആദ്യ വിവാഹം കഴിച്ചപ്പോൾ ആ നടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ നടിയുടെ വീട്ടിൽ ആദ്യ വിവാഹത്തിൽ അമ്മായിയമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ ആ അമ്മായിയമ്മ ഒരു മാധ്യമപ്രവർത്തകനോട് സംസാരിക്കുന്നതിന്റെ കോൾ റെക്കോർഡിംഗ് പറഞ്ഞിട്ടാണ്. അതിൽ പറയുന്നുണ്ട് ഒരു നടിയുടെ റൂമിൽ വേറൊരു നടൻ പോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഈ നടി അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ ഒരു നടൻ പോയി മുറികളിൽ തട്ടി വിളിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുറിയിൽ പോയി തട്ടുവന്നു ഈ നടൻ. വലിയ നടനാ. പിന്നെ അത്രയും കാണിക്കുന്ന ഒരു നടൻ ഭാര്യയെ നടിയാക്കാൻ വിടുവോ? പിന്നെ
അഭിനയിക്കാൻ വിടുമോ? വിടത്തില്ല. വിടത്തില്ലല്ലോ. അതൊക്കെയാണ് നടക്കുന്നത്. ശരി.